നല്ല എന്താ പറയുക, ഞാനും ഇതുപോലൊരു ഓരോ ലൈവാണ് നടന്ന സംഭവത്തെ വെച്ചോണ്ട് അപ്പം ഇങ്ങനൊക്കെ ഒരു ജീവിതത്തിൽ എത്രയോ ആൾക്കാർ അങ്ങനെയൊക്കെ വെച്ചപ്പോൾ നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ് ചിന്തിച്ച്. കാരണം എനിക്ക് സത്യമായിട്ടും മഞ്ജുവിൻ്റെ മുഖത്തേക്ക് അല്ല എന്താ ഒന്നും കിട്ടുന്നില്ല. കാരണം ഓരോ പെൺകുട്ടികളും ഓരോരുത്തരുടെയൊക്കെ ജീവിതമൊക്കെ കണ്ടപ്പോഴത്തേക്കും ദിലീപേട്ടൻ അവിടെ ഖത്തറിലെന്തോ ഭയങ്കര സന്തോഷത്തിലാണ്. സോ തങ്കമണിയിൽ അഭിനയിക്കുന്ന ബ്ലെസ്സിങ്ങായിട്ട് കാണുന്നത് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു മൂവിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. ഫ്രണ്ട്സിന് ഫാമിലിക്ക് ഒക്കെ വന്ന് കാണാൻ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആട്ടോ. ദിലീപേട്ടൻ്റെ കൂടെ ഇത്തിരി ആർട്ടിസ്റ്റിലൂടെ ഒന്നിച്ച് ഫൈറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, എൻ്റെ കരിയറിൽ തന്നെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഭയങ്കര ചോദിക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞു. നിങ്ങളെല്ലാവരും കണ്ടോ? മൂവി കണ്ടോ? ഇഷ്ടമായോ? ദിലീപേട്ടൻ കരയിപ്പിച്ചു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കരയിപ്പിച്ചു. കാരണം അത്രയും നമുക്ക് അത്രയും എന്താ പറയുക, നമ്മൾ മെൻ്റലി ഞാൻ അവിടെയൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് ശരിക്കും എന്നെ കണ്ടതാണ്. ശരിക്കും ഞാൻ ആ ഒരു മൂവിയായിട്ട് ഇങ്ങനെ ലയിച്ചിരിക്കുമായിരുന്നു. സോ നിങ്ങൾക്കൊക്കെ എങ്ങനെ കരയിപ്പിച്ചോ? ഞാൻ തന്നെ ചോദിക്കാം. ശരിക്കും നമുക്ക് അറിയാമല്ലോ, ശരിക്കും ട്രെയിലർ കാണുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് നമ്മുടെ മൈൻഡിലുണ്ട്. പിന്നെ അത് കണ്ടപ്പോഴത്തേക്കും ഓരോ മൂവിയിലും അറിയില്ല, ദിലീപേട്ടൻ ഓരോ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടർ അതായത് കഥാപാത്രങ്ങൾ ചെയ്തിട്ടാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. അപ്പോൾ ഇതുവരെ ചെയ്തതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സന്തോഷമായി. ദിലീപേട്ടൻ്റെ ആ ഒരു എന്താ പറയുക, നമ്മുടെ ഇൻ്റർവ്യൂലൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സീനൊക്കെ അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് വരുന്നത്. നമുക്കൊരു ഭയങ്കര കൺഫ്യൂഷൻ ആവും ആദ്യം. എന്താ പറയുക, ആ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ തങ്കമണി എന്നുള്ളത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാകാൻ തോന്നുന്നില്ല. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കാണ് എന്ത് പാടാ നീ കൊന്നു ഒതുങ്ങി ചുമ്മാ ഇവന്മാരടി സന്തോഷം അല്ല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചോദിക്കാൻ തങ്കമണി നല്ലൊരു മൂവിയാണ്. നടന്ന സംഭവം ഇതൊക്കെയുള്ള ആസ്പദമാക്കിയുള്ള മൂവി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കണ്ടിരിക്കാം. നമ്മളും ഇന്നാണ് തങ്കമണി സംഭവം എന്ന് പറയുമ്പം നമ്മളും അതിൻ്റെ ഒരു ഭാഗമായിട്ട് അതിൻ്റെ കൂടെ കൂടി എന്നുള്ളത് ഇന്നാണ്. ഇതൊക്കെയാണ് ഒരു നാട് അനുഭവിച്ചതെന്ന് അറിയുമ്പോഴത്തേക്കും എന്താണെന്നറിയാൻ മേലാത്തൊരു സങ്കടം ഉള്ളിലൊരു കണ്ടുകൊണ്ടിരിക്കുമ്പോഴൊരു വിഷമം. അതിനെപ്പറ്റി ഞാൻ എങ്ങനെ ഭയങ്കരമായിട്ട് പറയാമെന്ന് എനിക്കറിയത്തില്ല. അല്ല അത്രയും എനിക്ക് എന്താ അങ്ങനെ പറഞ്ഞത് കോമഡി ആണെങ്കിൽ പറയാം, അയ്യോ കോമഡി അല്ലെങ്കിൽ നമ്മളൊക്കെ ചെറുപ്പക്കാരായിരിക്കില്ലേ, അതാണ് നമ്മൾ ശരിക്കും ഈ സിനിമയിൽ കൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളെ ഡയറക്ടർ രതീഷ് സാറ് ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കാഴ്ചയിൽ അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കി അത്ര എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഈ പടം വന്നത്. അത് മാത്രം നമ്മൾ ജനപ്രിയ നായകൻ്റെ നല്ലൊരു ഗംഭീരമായൊരു ഇമോഷണൽ സീൻസൊക്കെ ദിലീപേട്ടൻ സൂപ്പറാക്കി. അദ്ദേഹത്തിൻ്റെ തമാശകളും അതുപോലെ തന്നെ ഫൈറ്റൊക്കെ നമ്മൾ കണ്ടിട്ട് ഇമോഷണൽ സീൻസ് ഇത്രയും ഭംഗിയാക്കിയ ദിലീപേട്ടൻ്റെ സിനിമ അവിടെ എനിക്ക്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കണ്ടിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം തങ്കമണി. ഓക്കെ.